നമസ്കാരം. ജീവിതത്തിലെ പല അവസരങ്ങളിൽ പലർക്കും നാണയം അല്ലെങ്കിൽ നോട്ടാണ് എങ്കിലും കളഞ്ഞ് കിട്ടുന്നതാണ്. ഇപ്രകാരം ആർക്കെങ്കിലും ലഭിച്ചിട്ടുണ്ട് എങ്കിൽ അല്ലെങ്കിൽ ഭാവിയിൽ ലഭിക്കുകയാണ് എങ്കിലും അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്രകാരം ലഭിക്കുന്നു എങ്കിൽ അത് യാദൃശ്ചികമല്ല എന്ന കാര്യം ആദ്യമേ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അത് ചില ലക്ഷണങ്ങളാണ് പരാമർശിക്കുന്നത്, അഥവാ അതുമൂലം ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്ന സൂചനയാണ്. അതിനാൽ തീർച്ചയായും ഈ നാണയം അല്ലെങ്കിൽ ഈ നോട്ട് ചെയ്യേണ്ടതായ കാര്യത്തെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ കാര്യങ്ങളെക്കുറിച്ചും ഈ അധ്യായത്തിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം ഓം നമോ നാരായണായ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി വന്ദിക്കുക. ഇപ്രകാരം ഒരു നാണയം അല്ലെങ്കിൽ നോട്ട് ലഭിക്കുകയാണ് എങ്കിൽ അല്ലെങ്കിൽ എടുക്കുകയാണ് എങ്കിൽ അത് ഭാഗ്യാനുഭവങ്ങൾ വന്ന് ചേരാൻ പോകുന്നതിന്റെ ഒരു സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. അപ്രതീക്ഷിതമായി ഭാഗ്യം തുണയ്ക്കുന്നതായ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ജീവിതത്തിൽ പല അവസരങ്ങളിലും ഭാഗ്യം അനുകൂലമാകുന്ന അവസരങ്ങൾ കടന്നു വരാൻ പോകുന്നു. അത് നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികളുമായി ബന്ധപ്പെട്ടോ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരാൻ പോകുന്നു എന്ന സൂചന ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. അതിനാൽ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്നതിന്റെ ഒരു സൂചനയായി പരാമർശിക്കാം. അഥവാ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തെ, കടാക്ഷത്തെ സൂചിപ്പിക്കുന്നു എന്നും അർത്ഥമാക്കുവാൻ സാധിക്കും. ധനത്തിന്റെ അധിപയായ സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയുടെ പ്രീതി നിങ്ങളെ പ്രവൃത്തികൾ മൂലമോ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് അപ്രതീക്ഷിതമായി കടന്നു വന്നിരിക്കുന്നു എന്നും ജീവിതത്തിന്റെ പല അവസരങ്ങളിലും അമ്മ മഹാമായയുടെ ദേവിയുടെ കടാക്ഷം നിങ്ങൾക്കുണ്ടാകും എന്നും കാണുവാനായി സാധിച്ചിട്ടുള്ളതാകുന്നു. അതിനാൽ ഇതൊരു ശുഭകരമായ സൂചന തന്നെയാകുന്നു. മറ്റൊരു സൂചനയായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് പുതിയൊരു ആരംഭം കുറിക്കലാണ്, അഥവാ പുതിയൊരു തുടക്കം കുറിക്കലാകുന്നു. നിങ്ങളുടെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായി ചില കാര്യങ്ങൾ കടന്നു വരാൻ പോകുന്നു, അല്ലെങ്കിൽ പല കാര്യങ്ങളും നിങ്ങൾ ആരംഭിക്കാൻ പോകുന്നു എന്ന സൂചന ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും. അതിനാൽ ഇതൊരു ശുഭ സൂചകം തന്നെയാണ്. അതായത് പുതിയ കാര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്നും അത്തരം ചില സൂചനകൾ ചില പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് വന്നു ചേരുന്നു എന്നുള്ളതാണ്. അതായത് ചില കാര്യങ്ങൾ ആരംഭിക്കുകയും അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായി ഭവിക്കാൻ പോകുന്നു എന്ന സൂചന ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും. എന്നാൽ വാസ്തുശാസ്ത്ര പ്രകാരമാണ് നോക്കുന്നത് എങ്കിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ പൂർവികരായ വ്യക്തികളുടെ അനുഗ്രഹം അതല്ലെങ്കിൽ പിതൃക്കളുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ട് എന്നും ജീവിതത്തിൽ അത് പ്രകടമാകുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടും എന്നും ജീവിതത്തിന്റെ പല സാഹചര്യങ്ങളിലും അത് നിങ്ങൾക്ക് പ്രകടമാകും എന്ന സൂചന തന്നെയാണ്. അതിനാൽ ഇതൊരു ശുഭ സൂചകമായി തന്നെ എടുക്കുവാൻ സാധിക്കും. പിതൃക്കളുടെ അഥവാ പൂർവികരുടെ അനുഗ്രഹമുണ്ട് എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ പല വിധത്തിലും അനുകൂലമായി തീരും. പ്രധാനമായും സന്താനങ്ങൾക്ക് ഉയർച്ച, ചെയ്യുന്നതായ പ്രവൃത്തികളിൽ വിജയം, കുടുംബ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ, ഇത്തരത്തിൽ പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്നും അർത്ഥമാക്കുവാൻ സാധിക്കുന്നതാണ്. അതിനാൽ ഇതും ഒരു ശുഭ സൂചകമായി തന്നെ എടുക്കുവാൻ സാധിക്കും. ഒരു വ്യക്തി പലപ്പോഴും കഠിനാധ്വാനം ചെയ്യുവാൻ സന്നദ്ധരായി അല്ലെങ്കിൽ കഠിനാധ്വാനം ചെയ്തിട്ട് പോലും അനുകൂലമായ ഫലം ലഭിക്കാത്തതായ സാഹചര്യങ്ങൾ ചിലർക്കുണ്ട്. ഇത് പലരുടെയും ജീവിതത്തിൽ അനുഭവിക്കുന്നതായ ഒരു പ്രശ്നം തന്നെയാണ്. ഇത്തരം പ്രശ്നം നിങ്ങളും അനുഭവിക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, ഇപ്രകാരം നാണയം അല്ലെങ്കിൽ ഒരു നോട്ട് ലഭിക്കുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾ ചെയ്യുന്നതായ കഠിനാധ്വാനം ആ സത്യസന്ധമായ കാര്യത്തിന് നിങ്ങൾക്ക് അനുകൂലമായ ഫലം, വിജയങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും എന്ന സൂചന തന്നെയാണ്. അതിനാൽ തീർച്ചയായും കഠിനാധ്വാനത്തിലൂടെ അനുകൂലമായ ഫലങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും എന്ന സൂചന തന്നെയാണ്
ഇവിടെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് എന്ന് കൂടി അർത്ഥമാക്കുക. തൊഴിൽപരമായ ഉയർച്ച നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നു എന്നും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും. അതായത് വീട്ടിൽ നിന്നും നിങ്ങൾ പുറത്തേക്ക് പോകുന്നതായ അവസരത്തിൽ ഇപ്രകാരം നിങ്ങൾക്ക് ലഭിക്കുകയാണ് എങ്കിൽ അത് നിങ്ങളുടെ തൊഴിലുമായി ബന്ധപ്പെട്ടും പരാമർശിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. ജീവിതത്തിൽ അത് പ്രകടമാകുന്ന സാഹചര്യങ്ങൾ രൂപം കൊള്ളും എന്നുള്ളതാണ്. അപ്രതീക്ഷിതമായി തന്നെ നിങ്ങൾക്ക് തൊഴിൽ മാറുവാനുള്ള അവസരമോ തൊഴിൽ ലഭിക്കുകയോ അല്ലെങ്കിൽ പെട്ടെന്നൊരു ഉയർച്ച തൊഴിൽപരമായി വന്നു ചേരും എന്ന സൂചന തന്നെയാണ്. അതിനാൽ ഇതും ശുഭകരമായി തന്നെ കാണുന്ന ലക്ഷണമായി തന്നെ പരാമർശിക്കാം. വീട്ടിലേക്ക് തിരിച്ചു വരുന്നതായ അവസരത്തിലാണ് എങ്കിൽ, അതായത് നിങ്ങൾ വീട്ടിലേക്ക് തിരികെ വരുന്നതായ സാഹചര്യത്തിൽ ഇപ്രകാരം പണം ലഭിക്കുകയാണ് എങ്കിൽ അതിലൂടെ അർത്ഥമാക്കേണ്ടത് സാമ്പത്തികപരമായ കാര്യങ്ങൾ അനുകൂലമായി തീരും എന്നുള്ളതാണ്. നിങ്ങൾ സാമ്പത്തികമായി വളരെയധികം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികളായിരിക്കാം. എന്നാൽ സാമ്പത്തിക കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും എന്നതാണ് വാസ്തവം. അതിനുള്ള അവസരങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്ന സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. അതിനാൽ തീർച്ചയായും ഇതൊരു ശുഭ സൂചകം തന്നെയാണ്. സാമ്പത്തിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രമങ്ങൾ നടത്തുന്നവരാണ് എങ്കിൽ അത്തരം കാര്യങ്ങൾ വിജയത്തിലേക്ക് എത്തും എന്ന സൂചനയും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും. ഇപ്രകാരം നിങ്ങൾക്ക് ലഭിക്കുകയാണ് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതായ കാര്യം, നിങ്ങൾ വിളക്ക് തെളിയിക്കുമ്പോൾ ഇപ്രകാരം മഹാലക്ഷ്മി ദേവിയെ വന്ദിച്ചുകൊണ്ട് ആ നാണയം വളരെ ശുദ്ധിയുള്ള വെളുത്ത തുണിയിൽ കെട്ടി പൂജാമുറിയിൽ വച്ചതിന് ശേഷം നിങ്ങൾ വീടുകളിൽ സൂക്ഷിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് പല വിധത്തിലും ഇത് സൂക്ഷിക്കുവാൻ സാധിക്കും. പണം വയ്ക്കുന്ന ഇടത്ത് നിങ്ങൾക്ക് സൂക്ഷിക്കാം, അല്ലെങ്കിൽ വളരെ ശുദ്ധിയോടെ പേഴ്സിൽ നിങ്ങൾക്ക് സൂക്ഷിക്കാം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട അത്തരത്തിൽ നിങ്ങൾക്ക് സൂക്ഷിക്കുവാൻ സാധിക്കുന്നതുമാണ്. ഇതിൽ ഏറ്റവും ശുഭകരം പണത്തോടൊപ്പം വയ്ക്കുക എന്നുള്ളതാണ്. കാരണം മഹാലക്ഷ്മി ദേവിയുടെ പ്രീതിയാൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളതായ ഈ ധനം, ഈ നാണയം അല്ലെങ്കിൽ നോട്ട്, അത് ഇരിക്കുന്നിടത്ത് ഐശ്വര്യവർദ്ധനവ് ഉണ്ടാകും എന്നുള്ളതാണ് വാസ്തവം. എന്നാൽ നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്തതായ തെറ്റുകളിൽ ഒന്ന് ഇതൊരിക്കലും ചിലവാക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇത് ചിലവാക്കാതിരിക്കുന്നതാണ് ഏറ്റവും ശുഭം. അതിനാൽ തന്നെ തീർച്ചയായും ഇത്തരം കാര്യങ്ങൾ ലഭിക്കുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് ഉള്ള അവസരമാണ് ലഭിക്കുക. അതിനാൽ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ചിലവാക്കുന്നതിലൂടെ നിങ്ങളുടെ ഭാഗ്യത്തിന് തന്നെ അല്ലെങ്കിൽ ലഭിക്കേണ്ടതായ പല കാര്യങ്ങളും നഷ്ടമാകുന്നതിന് അത് കാരണമായി തീരും എന്നുള്ളതാണ്. അതിനാൽ തീർച്ചയായും ഈ കാര്യങ്ങൾ ഇനി ലഭിക്കുമ്പോൾ ഈ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ഇപ്രകാരം കിഴി കെട്ടുന്നതിന് മുൻപ് ആ നാണയം കഴുകിയതിനു ശേഷം നിങ്ങൾ കിഴി കെട്ടുന്നതാണ് ഏറ്റവും ശുഭം എന്നതാണ് വാസ്തവം. അതിനാൽ തീർച്ചയായും ഈ ഒരു കാര്യത്തിന് നിങ്ങൾ പ്രാധാന്യം നൽകുക. നിങ്ങളുടെ ജീവിതത്തിൽ മഹാലക്ഷ്മി പ്രീതി കടന്നു വന്നിരിക്കുന്നു എന്ന സൂചന തന്നെയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുക. എന്നാൽ ഇപ്രകാരം നിങ്ങൾക്ക് നാണയം അല്ലെങ്കിൽ നോട്ട് ലഭിക്കുകയാണ് എങ്കിൽ അതൊരിക്കലും നിങ്ങൾ പുറമെ പറയേണ്ടതായിട്ടില്ല എന്ന കാര്യവും ഓർക്കുക. പറയുന്നത് ഒരു നാണയം അല്ലെങ്കിൽ ഒരു നോട്ടാണ്. അതല്ല നിങ്ങൾക്ക് വളരെ വലിയ തുകകളാണ് ലഭിക്കുന്നത് എങ്കിൽ അത് ആരിൽ നിന്നാണോ നഷ്ടപ്പെട്ടത് അവരിലേക്ക് തന്നെ തിരികെ എത്തിക്കുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്രകാരം നിങ്ങൾക്ക് ഒരു നോട്ട് അല്ലെങ്കിൽ ഒരു നാണയമാണ് ലഭിക്കുന്നത് എങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇപ്രകാരം ചെയ്യുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ശുഭകാര്യങ്ങൾ അനുകൂലമാകാൻ പോകുന്നതിന്റെ സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും.